വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാജി മാത്യു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ ഫേവറേറ്റ് സ്വീറ്റ് ഡിഷായ സുഖിയനാണ്. സുഖിയൻ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചെറുപയറും കൊണ്ട് ഇന്ന് സുഖിയനാണ് ഉണ്ടാക്കുന്നത്. ചെറുപയറിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല പ്രോട്ടീനുള്ള ഒരു ധാന്യമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സോഡിയം എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ കുതിർത്ത് വച്ചിരിക്കുവാണ്. 2 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് കുതിർത്തെടുത്തതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഇത് അടച്ചതിന് ശേഷം 2 വിസിലടിച്ച് അത് വേവിച്ചെടുക്കണം. 2 വിസിൽ മാത്രം മതി. എന്നിട്ട് ആവിയിൽ ഇരുന്ന് തന്നെ വെന്തോളും. അത് വേകുന്ന സമയത്ത് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 3-4 സ്പൂണ് മൈദ ചേർക്കുന്നുണ്ട്, കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. 1/2 സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്ക, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾ. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സുഖിയനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് അത് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മളിത് പാകത്തിന് കുഴച്ചെടുക്കണം. ഇതുപോലെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇതാണ് പരുവം. കണ്ടോ, അങ്ങനെ അത്രയും ആകാവൂ. ശകലം തിക്നെസ്സോട് കൂടി വേണം നമ്മളിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ചെറുപയറൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കറക്റ്റ് വേവ്. 2 വിസിലടിച്ചാൽ മാത്രം മതിയേ, കുതിർത്തെടുത്തതാണെങ്കിൽ. ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചൂടോടൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചക്കരപ്പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ മധുരം അനുസരിച്ചാണ് ഇടുന്നത്. ഞാനിപ്പം 4-5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അത് കൂട്ടിയും കുറച്ചും ഇടാം. ഇനിയും ചൂടോട് തന്നെ നമ്മളത് ചക്കര ഇട്ടിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ടും അതിനകത്തിൽ അത് ലയിച്ചോളും നല്ലതായിട്ട്. കണ്ടോ, ആ ചൂടിൽ തന്നെ ചക്കരയെല്ലാം ഉരുകി അതുമായിട്ട് അങ്ങ് ചേരും. അന്നേരം നല്ല ടേസ്റ്റി ആയിരിക്കും. അടുത്തതായി എടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്ത് അരിഞ്ഞതാണ്. അതുപോലെ കശുവണ്ടി, ഉണക്കമുന്തിരിങ്ങ ഇത് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. നെയ്യിലാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അതിനുവേണ്ടി 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ചൂടായതിന് ശേഷം തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നല്ലതായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങാക്കൊത്തൊരു ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കോരിയെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരിയും അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ ആ നെയ്യുടെ നല്ല ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. ചൂടൊക്കെ ആറിക്കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ കൈ വെച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ നല്ലതായിട്ട് അത് പിടിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ചെറിയ ചൂടോട് വേണം ഇതെല്ലാം ചെയ്യാൻ. നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഉരുളയാക്കി എടുക്കണം. എല്ലാം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് കാണിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ ബോൾ എടുത്തിട്ട് നമ്മുടെ ബാറ്ററിനകത്ത് മാവിനകത്ത് ഇതുപോലെ മുക്കണം. മുക്കിയിട്ട് ഇച്ചിരി തിക്കായിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാൻ. അടുത്തതായിട്ട് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി ഇതിനകത്തുള്ള പയറൊക്കെ വെന്തതാണ്. ജസ്റ്റ് മാവൊന്ന് മുരിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ജസ്റ്റ് ചൂടെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അത് മുരിയും. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, എളുപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ കോരിയെടുക്കണം.
അടുത്ത ട്രിപ്പും ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എളുപ്പം തന്നെ അത് മുരിഞ്ഞ് കിട്ടും. ഇതുപോലെ റെഡിയാക്കി ഇങ്ങനെ എടുത്താൽ മതി. സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും.